So welcome back to our channel. So നമുക്ക് ഇനി പഠിക്കാനുള്ള കോൺസെപ്റ്റ് K2 S4 CSC ലെ മൊഡ്യൂൾ 1 ലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയ സിസ്റ്റം കോൾ ആണ്. സിസ്റ്റം കോൾ എന്താണെന്നാണ് ഇനി പഠിക്കാനുള്ളത്. സിസ്റ്റം കോളിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാം. സിസ്റ്റം കോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. So what is a system call? System call provides an interface to the services made available OS. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ പഠിച്ച് എന്തൊക്കെ സർവീസസ് ആണ് OS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ഈ സിസ്റ്റം കോൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. So what is a system call? System call provide an interface to the services made available by OS. OS available ചെയ്യുന്ന സർവീസസിന് ഒരു ഇന്റർഫേസ് തരികയാണ് ഈ സിസ്റ്റം കോൾ ചെയ്യുക. Two modes of operation in which program can execute. രണ്ട് type of mode of operations ഉണ്ട്. Mainly there are two modes of operation. Two modes of operation ഉണ്ട് നമുക്ക്. Mainly രണ്ട് mode of operations ആണ് പഠിക്കാനുള്ള. അതിൽ ഒന്ന് user mode and the second one is kernel mode. ഈ രണ്ട് മോഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ് യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. സോ ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള രണ്ട് മോഡ്സ്, യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് യൂസർ മോഡ്, എന്താണ് കേർണൽ മോഡ് എന്ന് നോക്കാം. സോ നോക്കിയേ, ഇവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. യൂസർ മോഡ് എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാണ് യൂസർ മോഡ്. അതേപോലെ ഈ യൂസർ മോഡ് ഒരു സർക്കിളിൻ്റെ അകത്തും അതിൻ്റെ ഉള്ളിലുള്ള ഒരു സറൗണ്ടിങ് ആണ് കേർണൽ മോഡ്. അതായത് പ്രിവിലേജ്ഡ് മോഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് യൂസർ മോഡ്. ഇഫ് പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ യൂസർ മോഡ് ദാറ്റ് പ്രോഗ്രാം ഡസ് നോട്ട് ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു മെമ്മറി ഓർ ഹാർഡ്വെയർ ആൻഡ് റിസോഴ്സസ്. അതായത് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം യൂസർ മോഡിലാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഗ്രാമിന് മെമ്മറി ആയിട്ടും അതുപോലെ ഹാർഡ്വെയറും റിസോഴ്സസ് ആയിട്ട് ഒന്നും ഒരു ഡയറക്റ്റ് ആക്സസ് കാണത്തില്ല. ഡസ് നോട്ട് ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു മെമ്മറി, ഹാർഡ്വെയർ ആൻഡ് റിസോഴ്സസ്. ഈ യൂസർ മോഡിലാണെങ്കിൽ അതുമായിട്ട് ഒരു ഡയറക്റ്റ് ആക്സസ് കാണത്തില്ല. പക്ഷേ if the program is executing in kernel mode ആണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നെങ്കിൽ that program has direct access to memory, hardware, resources. That is privileged mode. kernel മോഡിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് കാണും. എന്തിൽ, റിസോഴ്സസിലായാലും അതേപോലെ ഹാർഡ്വെയർ, മെമ്മറി എല്ലാത്തിലും നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. പക്ഷേ യൂസർ മോഡിലാണെങ്കിൽ we doesn't have the direct access to memory, hardware and resources. ഇത് രണ്ടും തന്നെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ് between the user mode and kernel mode. These are the two modes of operation in which program can execute. So അതെന്താണ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. If program is executed in kernel mode and if that program happens to crash during program execution, then the entire system will crash or halt. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേർണൽ മോഡിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. മെമ്മറിയിലായാലും ഹാർഡ്വെയർ ആയാലും എങ്ങോട്ടായാലും നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് കേർണൽ മോഡ്. പക്ഷേ ഇപ്പോൾ ഈ പ്രോഗ്രാം കേർണൽ മോഡിൽ എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ if that program happens a crash during the program execution സമയത്ത് ഒരു ക്രാഷ് സംഭവിക്കുകയാണെങ്കിൽ അത് ആ എൻ്റെ സിസ്റ്റം will crash and halt. ആ എൻ്റെ സിസ്റ്റത്തിന് തന്നെ ആ ക്രാഷ് സംഭവിക്കും. പക്ഷേ ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടിംഗ് ഇൻ ദ യൂസർ മോഡിലാണെങ്കിൽ if that program has to crash during the program execution ടൈമിൽ ആ ഒരു പ്രോഗ്രാം ക്രാഷ് ആവുകയാണെങ്കിൽ then the entire system will not crash. എൻ്റെ സിസ്റ്റത്തിന് ക്രാഷ് സംഭവിക്കത്തില്ല, ആ പ്രോഗ്രാമിന് മാത്രമേ ഇവിടെ ക്രാഷ് സംഭവിക്കത്തുള്ളൂ. ഇത് തമ്മിലാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ബിറ്റ്വീൻ ദ യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് സേഫ് ടു എക്സിക്യൂട്ട്. സോ നമുക്ക് സേഫ് ആണല്ലേ കേർണൽ മോഡിനെക്കാട്ടി കുറച്ചും കൂടി സേഫ് ആണ് യൂസർ മോഡ്. കാരണം യൂസർ മോഡിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ക്രാഷ് സംഭവിച്ചാൽ എൻ്റെ സിസ്റ്റത്തിന് ഒന്നും പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് സേഫ് for use. user mode is better than kernel mode, but it may need to have access to. പക്ഷേ അതിന് എന്തും കൂടി വേണമായിരുന്നു. സേഫ് ആയാൽ മാത്രം പോരെ. സേഫ് ആണ് പക്ഷേ ഇതിന് ആക്സസ് ഇല്ല. മെയിൻ മെമ്മറി ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ്വെയറോ റിസോഴ്സോ ആയിട്ടോ ഒരു ആക്സസ് ഇല്ല. അതൊരു പ്രശ്നം തന്നെയാണ്. For that it makes a call to OS. സോ അങ്ങനെ ഒരു സംഭവത്തിൽ അതല്ല യൂസർ മോഡാണ് മോസ്റ്റ് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ. പക്ഷേ അതിന് ആക്സസിബിലിറ്റി ഇല്ല. എന്തിന്, മെമ്മറി ഹാർഡ്വെയറുമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇറ്റ് മേക്സ് എ കോൾ ടു OS. ഇത് എന്ത് ചെയ്യും, OSനൊരു കോൾ ആവും.
OSനെ എന്ത് ചെയ്യും? കോൾ ചെയ്യും. ദാറ്റ് ഇറ്റ് നീഡ്സ് ആക്സസ് ടു. എന്താണ് കോൾ ചെയ്യുന്നത്? നമ്മൾ സാധാ കോൾ ചെയ്യുന്ന പോലെ നമ്മൾ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്, OS എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ദാറ്റ് ഇറ്റ് നീഡ്സ് ആക്സസ് ടു റിസോഴ്സ് വേട്ടെ എനിക്ക് ആക്സസ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? OSന് ഒരു കോൾ വിളിക്കും. ആൻഡ് ദാറ്റ് കോൾ ഈസ് കോൾഡ് സിസ്റ്റം കോൾ. സിസ്റ്റം കോൾ ചെയ്യുന്ന അതാണ് ഈ യൂസർ മോഡ് ഇതിൽ പറയുന്നത്. യൂസർ മോഡ് വഴി നമ്മൾ അതിൽ മനസ്സിലാകുന്ന എന്താണ് സിസ്റ്റം കോൾ എന്താണെന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഞാൻ പറഞ്ഞു യൂസർ മോഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്റ്റേണൽ റിസോഴ്സസും ഹാർഡ്വെയറായിട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ല. ആ സമയത്ത് ഫോർ ദാറ്റ് ആ ഒരു ആക്സസ് കിട്ടാൻ വേണ്ടി, ആക്സസും കൂടി കിട്ടിയാൽ ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. സോ ആക്സസ് കിട്ടാൻ വേണ്ടി ഇറ്റ് മേക്സ് എ കോൾ ടു OSന് ഒരു കോൾ ചെയ്യും. ടു നീഡ് ദ ആക്സസ് ടു റിസോഴ്സസിന് ആക്സസ് വേണമെന്ന് കോൾ ചെയ്യും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫോർ എൻ ഇൻസ്റ്റന്റ് ദ പ്രോഗ്രാം ഈസ് സ്വിച്ച്ഡ് ഫ്രം യൂസർ മോഡ് ടു കേർണൽ മോഡ്. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ പ്രോഗ്രാം എന്ത് ചെയ്യും? യൂസർ മോഡിൽ നിന്ന് എന്താവും? കേർണൽ മോഡ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ യൂസ് ദാറ്റ് റിസോഴ്സ്. ആ സമയത്ത് യൂസർ മോഡിൽ നിന്ന് അത് പെട്ടെന്ന് എന്തിലോട്ട് സ്വിച്ച് ആവും? കേർണൽ മോഡിൽ സ്വിച്ച് ആവും. ആ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റിസോഴ്സസ് യൂസ് ചെയ്യാം. കാരണം കേർണൽ മോഡിൽ റിസോഴ്സസ് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. ദിസ് സ്വിച്ചിങ് ഈസ് കോൾഡ്, ആ ഒരു സ്വിച്ചിങ്ങിനെ പറയുന്ന പേരാണ് കോണ്ടെസ്റ്റ് സ്വിച്ചിങ്. അങ്ങനെ യൂസർ മോഡിൽ നിന്ന് ഒരു OSൽ നിന്ന് കോൾ ചെയ്ത് നമുക്ക് റിസോഴ്സസ് വേണം എന്നുള്ള, ആക്സസ് ചെയ്യണം എന്നുള്ള ആവശ്യപ്രകാരം നമ്മൾ യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലോട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന സ്വിച്ചിങ്ങിനെ പറയുന്നത് കണ്ടസ്റ്റ് സ്വിച്ചിങ് അല്ലെങ്കിൽ കോണ്ടെസ്റ്റ് സ്വിച്ചിങ് എന്ന് പറയാം. ദ കോൾ ദാറ്റ് ദ പ്രോഗ്രാം മേക്സ് ടു ആക്സസ്. അതിൽ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ എന്താണ് സിസ്റ്റം കോൾ? ആ ഒരു കോൾ നമ്മൾ OSന് വേണ്ടി റിസോഴ്സസ് വേണം, ആക്സസ് ചെയ്യാനുള്ള ഇത് വേണം. ആ ഒരു നീഡ് കോൾ വഴി OSനെ കോൾ ചെയ്യുന്ന ആ കോളിനെ പറയുന്ന പേരാണ് സിസ്റ്റം കോൾ. ദ കോൾ ദാറ്റ് ദ പ്രോഗ്രാം മേക്സ് ടു ആക്സസ് ദ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യുന്ന ആ കോളാണ് എന്ത്? സിസ്റ്റം കോൾ. So what is the system call? ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. System call is a programmatic way in which a computer program requests a service from the kernel of the OS. System call is a programmatic way ആണ് in which the computer program request a service from the kernel of the OSന്റെ kernel നിന്ന് ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന കോൾ ആണ് എന്ത്? സിസ്റ്റം കോൾ. ഓക്കെ, സോ എന്താണ് സിസ്റ്റം കോൾ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. സോ എന്താണ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾ നോക്കാം. സിസ്റ്റം കോൾ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് റഫ്ലി ഇൻറ്റു 5 മേജർ കാറ്റഗറീസ്. സോ മൊത്തത്തിൽ സിസ്റ്റം കോൾസ് 5 മേജർ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രോസസ് കൺട്രോൾ, ഫയൽ മാനിപ്പുലേഷൻ, ഡിവൈസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മെയിൻ്റെനൻസ്, കമ്മ്യൂണിക്കേഷൻ. മൊത്തം 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് subscribe to this channel and stay tuned for more videos. Thank you.